ഇന്ന് യുവകാഹളത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിലെ SMYMലെ ശക്തരായ യുവജന നേതാക്കളാണ്. കർണാടകയുടെ മണ്ണിൽ സഭയുടെ വിശ്വാസം നെഞ്ചിലേറ്റി നിലകൊള്ളുന്ന ശക്തരായ യുവജന പ്രതിനിധികളോടൊപ്പം യുവകാഹളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും യുവകാഹളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിബിൻ തട്ടാമ്പറമ്പിൽ. ഞാൻ ബെൽത്തങ്ങാടി SMYMൻ്റെ മീഡിയ കോർഡിനേറ്ററാണ്. എൻ്റെ പേര് സിറിൽ ജോർജ്. ഞാൻ ധർമ്മസ്ഥലം ഫോറൈൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ശ്രേയ എസ് പാലലി. ഞാൻ പാരിഷ് എക്സിക്യൂട്ടീവാണ്. ഞാൻ മേരി കുര്യത്തിഴക്കിൽ. ഞാൻ ജിഡക്കൽ ഫൊറോനയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ ഡെൻസം മൗറസ് പന്തമാക്കൽ, ധർമ്മസ്ഥല പ്രസിഡൻ്റാണ്. ഞാൻ സെറിൻ പള്ളിച്ചിറ, ബെൽത്തങ്ങാടി രൂപതയുടെ പ്രസിഡൻ്റാണ്. ഞാൻ റോവിൻ മുളവന. ഞാൻ ഉദന ഫോറനിലെ മെമ്പറാണ്. ഞാൻ അവിശ്വസ് പാലലി. ഞാൻ നാവൂരടവകയുടെ യൂത്ത് പാരിഷ് എക്സിക്യൂട്ടീവാണ്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ സമയമാണ്. കാരണം യുവകാഹളത്തിൻ്റെ എപ്പിസോഡിൽ ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്തുനിന്നുള്ളൊരു യുവജനങ്ങളെ ഞങ്ങൾ കാണുന്നതും പരിചയപ്പെടുത്തുന്നതും അവരുടെ വിശേഷം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഒരു ബെൽത്തങ്ങാടി രൂപത കേരളത്തിന് പുറത്ത് കർണാടകയിലെ രൂപതയാണ്. 3 ജില്ലകളിലായിട്ടാണ് ഈ രൂപത വ്യാപിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, SMYMൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റ് തന്നെ ഞങ്ങൾ കയറിയ ടേമിൻ്റെ സമയത്തോട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളും ഇനിയിപ്പം ഫ്യൂച്ചറിലോട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പം 1.5-2 ഇയറിൻ്റെ അടുത്താകാറായി. അപ്പം ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ആദ്യം തന്നെ ഫ്രം റൂട്ട് ലെവലാണ് നോക്കിയത്. പാരിഷ് അടുത്തത് ഫോറൻ, നമ്മുടെ രൂപത. നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ പല പാരിഷിലും പിള്ളേർ തീരെ കുറവാണ്. 2-3 ചിലയിടത്ത് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടിലെ പോലെയല്ല, ഒരു 30 വീട്ടുകാർ ഇല്ലെങ്കിൽ 40 വീട്ടുകാരുള്ള ചെറിയ ഇടവകളുണ്ട്. അപ്പം അവിടെ വരുമ്പോൾ നമുക്ക് യൂത്ത് ജോലിക്ക് പോകുമ്പോഴും ഇല്ലെങ്കിൽ പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോഴൊക്കെ ആൾക്കാർ തീരെ കുറവായിരിക്കും ഇടവകയിൽ വരുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് നമ്മളെ കണക്ഷൻ എടുക്കാൻ തുടങ്ങി. ഒരാളെയോ ഇല്ലെങ്കിൽ 2 പേരെയോ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. മാക്സിമം നമ്മൾ അതിനകത്ത് സക്സസ്ഫുള്ളായി. എല്ലാ ഇടവകയിൽ നിന്നും യൂത്ത് നമുക്ക് ഡയറക്റ്റായിട്ടുള്ള കണക്ഷൻ പാരിഷ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ രൂപതയിൽ നിന്ന് നമ്മൾ എല്ലാ പാരിഷിലും വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിള്ളേരെ കേൾക്കാൻ തുടങ്ങി. നമ്മൾ നമ്മുടെ ഇടവകയിലുള്ള മെമ്പേഴ്സുമായിട്ട് സംസാരിച്ച് അവരുടെ ഒപ്പീനിയൻസ് ചോദിക്കാൻ തുടങ്ങി. അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയാൻ തുടങ്ങി. അതായിരുന്നു നമ്മൾ ആദ്യം കയറിയപ്പോൾ തൊട്ട് ചെയ്തു വന്നത്. അതിനുശേഷം ഓരോരോ പ്രോഗ്രാംസ് ഇടവകയിലെ പാരിഷ് മെമ്പേഴ്സിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ട്രൈ ചെയ്തത്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് കൊണ്ടുവന്നു. കോമ്പറ്റീഷൻസും നമ്മൾ മാക്സിമം സോഷ്യലി ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഫെയ്ത്ത്ഫുള്ളി ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. റിയൽ കോമ്പറ്റീഷൻ നമ്മുടെ ഈ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുവന്നു. അതിനുശേഷം മദേഴ്സ് ലവ് എന്ന് പറയുന്നൊരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈസ്റ്റർ സമയത്ത് നമ്മൾ ഗുഡ് ഫ്രൈഡേ ടൈം എല്ലാവരും കൂടെ മല കയറാൻ പോയി. നമ്മുടെ രൂപത്തിലുള്ള എല്ലാ യുവജനങ്ങളും മല കയറാൻ പോയി. അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മുടെ സ്പോർട്സും കൾച്ചറൽസും ഒരു 1 ഇയർ ഗ്രേറ്റ് പ്ലാനുമായിട്ട് ഇതിപ്പം നടക്കാൻ പോകുന്നു. അങ്ങനെ നമുക്ക് അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡയറക്ടറാണെങ്കിലും ഇപ്പം ഞാൻ കയറിയതിന് ശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടർ മാറി, ഇപ്പോൾ പുതിയ ഡയറക്ടറായി. അപ്പം കുറച്ച് കണക്ഷൻ ആദ്യം കിട്ടിയ ഡയറക്ടറുമായിട്ട് ഒന്ന് പരിചയപ്പെട്ട് വന്ന് മാറിയപ്പോഴത്തേക്ക് ഇച്ചിരി അത് നമ്മളുമായിട്ടുള്ള ബന്ധത്തിലുള്ള മിസ്റ്റേക്സ് അല്ല, ബട്ട് ആ പരിചയം നമുക്ക് ഒരുപാട് കാലമുള്ള അങ്ങനെ ഒരു ഇതുണ്ട്. ബട്ട് ഇറ്റ്സ് ഗോയിങ് ഗുഡ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നു. നമ്മുടെ ഇപ്പോൾ രൂപതയിലുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും ഡയറക്റ്റായിട്ട് നമുക്ക് പിള്ളേരിൽ അറിയിക്കാനും പറ്റുന്നുണ്ട്. അവർ നമ്മളുമായിട്ട് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ടീം കയറിയതിന് ശേഷം ഏറ്റവും വലിയ കാര്യം ചെയ്യാൻ പറ്റിയത് രൂപതയായിട്ട് അവർക്കൊരു ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അതായിരുന്നു നമുക്ക് ഏറ്റവും വലിയ കാര്യം ചെയ്യാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ അവരെ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇടവകകളിലേക്ക് എത്തിക്കും. എങ്ങനെയാണ് ഇടവകളിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനാണോ കൊടുക്കുക, അല്ലെങ്കിൽ രൂപതാ തലത്തിലാണോ? രൂപതാ തലത്തിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഇടവകയിൽ ഇപ്പം കോമ്പറ്റീഷൻ രൂപതയിലാണെങ്കിൽ പോലും പാരീഷിലാണ് അവരുടെ പ്രവർത്തനം വരുന്നത്. അവിടെ നിന്ന് അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇവിടെ എത്തത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സംഭവം തുടങ്ങി. രജിസ്ട്രേഷൻ ചെയ്ത് തുടങ്ങിയത് ഒരു പാരിഷ് വിളിച്ച് ചോദിക്കുമ്പം, നമ്മുടെ യൂത്തിനെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് എക്സാക്റ്റ് എല്ലാവരും അവരുടെ ഇടവകയിലില്ലാത്തതുകൊണ്ട് അവർക്ക് അറിയത്തില്ല എത്ര പേരുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നമുക്കതുകൊണ്ട് അവരുടെ ഉള്ള എല്ലാ ആൾക്കാരെയും മൊത്തം ഈ രൂപതയിൽ എത്ര യുവജനങ്ങളുണ്ടാവും നിങ്ങളുടെ അംഗമായിരിക്കുന്നതും അല്ലാത്തതും? അങ്ങനെ
നമുക്കൊരു എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 3000 ഒക്കെ നമുക്ക് വരുമായിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് പകുതി ആൾക്കാരും ആക്റ്റീവ് ആയിരിക്കും, അത് കുറച്ച് പേര് ആക്റ്റീവ് അല്ലാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ രജിസ്ട്രേഷൻ ഫോം. ഇത് 100% സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. പക്ഷേ മാക്സിമം നമുക്ക് രജിസ്ട്രേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് വേറൊരു പേർപ്പസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിരുദ്യോഗരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വർക്കിംഗ് സ്റ്റേറ്റസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എംപ്ലോയിഡ് ആണോ അൺഎംപ്ലോയിഡ് ആണോ, ഇത് സ്റ്റിൽ വർക്കിങ്ങിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് എടുത്തതിന് ശേഷം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റഡീസിന് എങ്ങനെയാണോ അതിനനുസരിച്ച് ഗ്രൂപ്പാക്കിയിട്ട് അവരുടെ ആവശ്യത്തിനുള്ള ജോലി അവരുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോളുമായിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അങ്ങനെയാണ് ഇപ്പം ഓൺഗോയിങ് പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പം കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു യൂണിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് SMYM ഉണ്ട്, KCYM ഉണ്ട്, അങ്ങനെയുള്ള യൂണിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇടവകയിൽ 30 കുടുംബങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ദൂരെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലങ്ങളും തമ്മിൽ ഒരുപാട് ദൂരെ എത്തിപ്പെടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. നിങ്ങൾ ഈ ഒരു യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അതും ഇത്തരത്തിലൊരു രൂപതയിൽ, കർണാടകയിലെ രൂപതയിൽ പ്രവർത്തിക്കുമ്പോൾ, അതും മലയാളികൾക്ക് അല്ലെങ്കിൽ സീറോ മലബാർ പാരമ്പര്യമുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികളാണ് നിങ്ങൾക്ക് നേരിടുന്നതെന്ന് പറയാൻ പറ്റും? നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവൈലബിലിറ്റിയാണ്. യൂത്തിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ്. നമുക്കിപ്പോൾ നമ്മുടെ രൂപത എന്ന് പറയുന്നത് 3 ഡിസ്ട്രിക്ട്സ് കവർ ചെയ്ത് കിടക്കുന്ന ഒരു രൂപതയാണ്. പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഈ ജിയോഗ്രാഫിക്കലി കിടക്കുന്നത് ഈ സ്ഥലങ്ങളൊക്കെ. പക്ഷേ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പൊതുവെയുള്ള യുവജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഒരു ലിബറൽ മൈൻഡ് സെറ്റ്. അതായത് 1 തൊട്ട് 12 വരെ അവർക്കൊരു കമ്മിറ്റഡ് ഉണ്ട്. അവർ സൺഡേ സ്കൂളിൽ അവർക്ക് മതബോധനത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റിന് ശേഷം അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടി ലിബറൽ ആവുകയാണ്. ഇവിടെ ഇപ്പോൾ ബെൽത്തങ്കടി ഈ സ്ഥലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ആൾക്കാർ പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട് മംഗലാപുരം, ബാംഗ്ലൂർ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നേരത്തെ പോകുമായിരുന്നു. ഇപ്പോഴത് അബ്രോഡിലേക്ക് ചേക്കേറാൻ തുടങ്ങിയ ആൾക്കാർ. ഇപ്പോൾ നാട്ടിലായാലും അതേ സിറ്റുവേഷനാണ്. അപ്പോൾ ഇവരുമായിട്ടുള്ളൊരു കണക്ടിവിറ്റി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ ഈ പാരിഷിലായാലും അല്ലെങ്കിലും. പുറത്തേക്ക് മാറിക്കഴിയുമ്പോൾ അതൊട്ടും ഇല്ലാണ്ടാവുകയാണ്. പാരിഷിലുള്ളവർക്കാണെങ്കിലും ഇതൊരു കമ്മിറ്റ്മെൻറ്റായി തോന്നില്ല. ഓക്കെ, ഇതൊരു ഓപ്ഷണൽ തിങ്ങാണ്. അവർ ലിബറൽ മൈൻഡ് സെറ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഇത് വെറും ഒരു ഓപ്ഷണൽ തിങ്ങായി മാറുകയാണ്. അപ്പോൾ യുവജനത്തിൽ ഓക്കെ SMYM ഇടവകയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടോ, ഓക്കെ ഐ ക്യാൻ ചൂസ്, എനിക്ക് വേണമെങ്കിൽ പോവാം. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പോൾ സെറിൻ പറഞ്ഞ പോലെ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തു. ഇപ്പോൾ ഓൺലൈനായാലും ഓഫ്ലൈനായാലും നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തു. കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ നമ്മൾ ഡ്രഗ് അവെയർനെസ്സിന് വേണ്ടി ഒരു മാരത്തോൺ വരെയൊക്കെ നടത്തി. അപ്പോൾ നമുക്കതിന് നമ്മുടെ ഡിസ്ട്രിക്ട് SP വരെ സപ്പോർട്ട് കിട്ടിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിലും നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ കൊണ്ടുവരാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അവർ ഓൾറെഡി അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായതിനു ശേഷം വീണ്ടും ആ ഒരു ഫ്ലെയിം അവരിൽ ഇൻവോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ കണക്ഷൻ, സെറിൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രാസ് റൂട്ടിലുള്ള ആ പേഴ്സണൽ കണക്ഷനിലൂടെ കുറച്ച് പേർക്കെങ്കിലും ഈ ഫയർ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നേതാക്കളിൽ തന്നെ കുറച്ച് പേര് ഈ ഒരു ടേമിന് ശേഷം, ഈ ഒരു ടേമിലെ ഈ ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഈ കണക്ഷൻ, ഈ ഗ്രാസ് റൂട്ട് കണക്ഷനിലൂടെ മുന്നിലേക്ക് വന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്നവരിൽ തന്നെ. സോ അത് ഈ പ്രവർത്തനം ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സെറിൻ പറഞ്ഞ പോലെ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ കുട്ടികൾ ഇപ്പോൾ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നു, കുറച്ച് പേര് ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവർ താല്പര്യമില്ലാണ്ട് മാറി നിൽക്കുന്നു? എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ? അതൊരു പക്ഷേ അവരുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് സംഘടനകളിലോ അല്ലെങ്കിൽ മറ്റ് കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ ഈ ഒരു ക്രൈസ്തവ മേഖല വിട്ടുപോകുന്നത്? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മറ്റ് സംഘടനകളോ ഇതിന് കാരണമാണെന്ന് ഞാൻ കരുതുന്നില്ല. ബിക്കോസ് ആക്റ്റീവായിരിക്കുന്ന പലരും നമ്മുടെ സംഘടനയിലും പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നവരുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ടത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇപ്പോൾ അതിനെ കൺസർവേറ്റീവ് എന്ന് കുറേ ആൾക്കാർ വിളിച്ചാൽ പോലും ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വിശ്വാസവും നമുക്കുണ്ടായിരുന്ന വിശ്വാസ പാരമ്പര്യം ഇതൊക്കെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കൺസർവേറ്റീവ് ആണെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ക്രിസ്തീയ മൗല്യങ്ങളാണ്. നമുക്ക് എവിടെയോ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പോലും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാൻ ചിലപ്പോൾ നിർബന്ധിക്കും. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഈ കോച്ചിങ് വന്നു, ഞാൻ സൺഡേ കോച്ചിങ് നടക്കുന്നുണ്ട്, ഈ JEE CET എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരൻസ് എന്ത് ചെയ്യും, ഓക്കെ ഇവരുടെ ഫ്യൂച്ചറാണ് വലുതെന്ന് പറഞ്ഞ് അപ്പോൾ മതബോധനവും കുർബാനയും എല്ലാം സ്കിപ്പ് ചെയ്ത് അവരെ ഇതിലേക്ക് വിടും. അപ്പോൾ
പാരൻസ് പ്രഷർ വേണം എന്നാണ് പറയുന്നത്, എന്നാൽ ഫുൾ പ്രഷർ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ വിശ്വാസ മൂല്യങ്ങളും വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ മാതാപിതാക്കന്മാർക്കും ഉണ്ട്. അതാണ് മാതാപിതാക്കന്മാരെന്ന രീതിയിൽ അവരുടെ പരമധർമ്മമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് എപ്പോൾ തൊട്ട് നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയോ, എപ്പോഴാണ് നമുക്ക് ലൗകിക കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാൻ തുടങ്ങിയതോ അപ്പോഴാണ് ഈ കൺസർവേറ്റീവ് കൾച്ചറിൽ നമ്മൾ കൂടുതലും ലിബറലായിട്ടൊരു കൾച്ചറിലേക്ക് പോയത്. നമുക്ക് ലിബറലിസം വേണം, അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം. യുവജനം എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണത്. അത് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കേണ്ട രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കണം. അത് എങ്ങനെ പ്രാവർത്തികമാക്കണം അതേ രീതിയിൽ പ്രാവർത്തികമാക്കണം. അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, പിന്നീട് ഇടവകയിലേക്ക് വരണം. എങ്കിൽ പോലും എന്നാൽ മാത്രമേ നമുക്കൊരു രൂപത സമൂഹം എന്ന നിലയിൽ നമുക്ക് എല്ലാം കൂടി ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും പറയാൻ പറ്റും? ഇപ്പം ജിബിൻ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റ് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതെങ്ങനെ ഡെപ്പിക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ സൊസൈറ്റിക്ക് ഇതൊരു ലിബറൽ മൈൻഡ് സെറ്റിൽ നിന്നും ഉണ്ട്. അത് അപ്പം ആൾക്കാരിപ്പം ഞാൻ 12th കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇതിൽ പോകുന്നേക്കാളും ഇത് ലിബറൽ മൈൻഡ് സെറ്റ് വരാനുള്ള കാരണം ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പോകുന്നതാണെങ്കിൽ 12th വരെ ഇതൊരു ബേർഡൻ ആയിട്ടാണ് ഞാൻ കണ്ട പ്രകാരം വന്നേക്കുന്നത്. അതായത് നീ പഠിക്കണം എന്ന് വന്നു. അപ്പോൾ 12th കഴിഞ്ഞിട്ട് ഞാനിപ്പം പുറത്തു പോകുമ്പം എനിക്കതൊരു ഫ്രീഡം കിട്ടിയ പോലെയാണ്. എന്തിനത് ഫ്രീഡം കിട്ടിയെന്ന് പറയുന്നതാണെങ്കിൽ ഇതിന് ചെറിയൊരു കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിൽ നിന്നുണ്ട്. പക്ഷേ ഞാൻ ആസ് ആൻ അഡൾട്ട് എനിക്ക് അത് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. കോൺട്രിബ്യൂഷൻ ഞാൻ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പം ഹോസ്റ്റലിലാണ്. ഞാൻ ഞായറാഴ്ച പള്ളി പോകുന്നു. അപ്പം എനി റിലീജിയൻ, ഇപ്പോൾ ക്രിസ്ത്യൻ തന്നെ ആയിരിക്കാം, റിലീജിയൻ എടുക്കാൻ ഇരിക്കുന്ന വ്യക്തിയും നീ എന്തിനൊന്നും ഞായറാഴ്ച പോകുന്നത്, എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, എക്സാം സമയത്ത് നീ 2 hours നിനക്ക് സ്പെൻഡ് ചെയ്യണം, അപ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും, ഇതൊരു ചെയ്യണമല്ലോ എന്നൊരു വന്നിട്ട്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആ ഫ്രീഡം ഉണ്ട് എന്ന് പറയുമ്പം, അപ്പം ഞങ്ങളുടെ ആ മൈൻഡ് സെറ്റ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതൊരു ബേർഡൻ ആയിട്ടാണ് ഇംപ്ലിമെൻ്റ് ആയിരിക്കുന്നത്. നീ പള്ളി പോയില്ലെങ്കിൽ നീ നരകത്തിൽ പോകും, ആ റീസൺ കൊണ്ട് നീ പോകുമെന്ന് പറയുന്ന കാര്യം അങ്ങനെ വന്നത് കൊണ്ടായിരിക്കും മെജോറിറ്റി ഓഫ് ദ അഡൾട്ട്സ് വിട്ടുപോകുന്നത്. ഹവെവർ ഈ നമ്മുടെ മതബോധനം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം, എന്തൊക്കെയാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ള ബെനിഫിറ്റ്സ്, എന്തിന് കണക്റ്റഡ് ആയിരിക്കണം. പക്ഷേ അത് എടുത്തേക്കുന്ന ഞങ്ങളിപ്പം ജിമിന് പറഞ്ഞ പോലെ ഒരു ലിബറൽ എന്ന് വരുമ്പം ഞങ്ങൾ ഫ്രീഡമിനാണ് അത് അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ അഡൾട്ടാണ്, ഞാൻ 18 years ഓൾഡാണ്, അപ്പോൾ എനിക്ക് ഫ്രീഡം ഉണ്ട് അത് ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ ഫ്രീഡം എന്നൊരു ആസ്പെക്റ്റ് വരുമ്പം തെറ്റായിട്ടൊരു കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതായത് എൻ്റെ മതം എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഫ്രൈഡേ കുർബാനയ്ക്ക് പോകണം, പള്ളി വന്ന് വീട്ടിൽ പോയാൽ അതാണ് പ്രശ്നം, പള്ളി പോകണം. ആ 2 hours കൊണ്ട് എനിക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാമായിരുന്നു. അപ്പോൾ ഫ്രീഡമിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ മതം കുറേ റെസ്ട്രിക്റ്റീവാണ്. അപ്പോൾ നീ ഇത് ചെയ്യണം, ഇത് ചെയ്യണ്ട എന്നൊരു മൈൻഡ് സെറ്റ് ഞാൻ കണ്ട പ്രകാരം മെജോറിറ്റി ഓഫ് ദ യൂത്ത്സിലുള്ളത് കൊണ്ടാണ് ഒരു കണക്ഷൻ അവർ ലൂസ് ചെയ്യുന്നത് എന്നെനിക്ക്. ഇപ്പോൾ ഈ 2 കാര്യങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിലൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത്. അതായത് നമ്മൾ കുട്ടികളെ 1ാം ക്ലാസ് മുതൽ കാറ്റഗിസിന് വിടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അഡൾട്ടാകുമ്പോൾ നമുക്കൊരു ഫ്രീഡം കിട്ടുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ചെറുപ്പത്തിൽ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ എന്തും നമ്മൾ ഗ്രഹിക്കുന്ന സമയങ്ങളിൽ നമ്മളെ 1ാം ക്ലാസ് മുതൽ കാറ്റഗിസിന് വിടുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, LKG മുതലുണ്ട്, KG സെക്ഷൻ വരെ കാറ്റഗിസ് ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ, ഓക്കെ. അപ്പോൾ ഇവിടെയും അത്തരത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ കാറ്റഗിസിന് വിടുന്നു. 12ാം ക്ലാസ് വരെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഈശോയെക്കുറിച്ച് അറിയുന്നു, സഭയെക്കുറിച്ച് അറിയുന്നു, നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. സഭയെക്കുറിച്ച് സ്നേഹിക്കാനും ഈശോയെ സ്നേഹിക്കാനൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ചിന്തയുടെ മാറ്റം, ഇതെൻ്റെ ഫ്രീഡമാണ്, ഞാൻ ഈശോയുടെ അടുത്തേക്ക് അല്ല പോകണം, ഇത് കുർബാന കാണുന്നത് അതൊരു പ്രവൃത്തി പോലെയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായി വരിക. പക്ഷെ നമുക്ക് ആ ഒരു ഈശോയോടുള്ളൊരു സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മതബോധന അധ്യായം അല്ലെങ്കിൽ ആ ഒരു പഠനത്തിന് നൽകാൻ സാധിക്കുന്നില്ലേ? അതുകൊണ്ടാണോ, അല്ലെങ്കിൽ മുഴുവനായിട്ട് നൽകാൻ പറ്റാത്തത് കൊണ്ടാണോ? ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആഴ്ചയിൽ 6 ദിവസം സ്കൂളിൽ പോകും. 7ാമത്തെ ദിവസം ആകെ 2 മണിക്കൂർ മതാധ്യാപനം കേൾക്കും. ആഴ്ചയിൽ 6 ദിവസത്തിനെ മൊത്തത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ 2 മണിക്കൂർ കൊണ്ട് ഈ 6 ദിവസത്തിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതിനകത്ത്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ 6 ദിവസം ഇവർ പഠിക്കുന്നത്. ബാക്കിയുള്ള ഈ ഒരു ദിവസത്തിലെ പകുതി ദിവസമായിരിക്കും നമ്മൾ കുർബാനയും 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയിരിക്കും മതാധ്യാപനവും പഠിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഇപ്പം ചേട്ടായി ചോദിച്ച ചോദ്യത്തിന് ആക്ച്വലായിട്ടുള്ള ഒരു ആൻസറായിട്ട് വരുന്നത്. കാരണം നമ്മൾ എത്രത്തോളം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുക. ഇപ്പം LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ പോകുമ്പം നമ്മൾ പറയുന്ന എന്താണെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതിനകത്ത് നമുക്ക് വരുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിച്ചു തുടങ്ങും. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ചോദ്യം നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളിതിനെ ആക്സെപ്റ്റഡ് അല്ലായിരിക്കും.
നമ്മളിപ്പം ഒരു ഡൗട്ടിനെ ഒരു സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ആ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല ആ ആൻസർ കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ആൻസറിനെ കേൾക്കും, പക്ഷെ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല, നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ 12ാം ക്ലാസ്, ഈ 6ാം ക്ലാസ് വരെയോ ഇല്ലെങ്കിൽ 5ാം ക്ലാസ് വരെയോ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കും. അതിനങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ലോകത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലോട്ടെടുക്കും. അപ്പോൾ കൂടുതലായിട്ട് തന്നെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഇതൊന്നും ആൻസർ കൊടുക്കത്തില്ല എന്നല്ല, ബട്ട് കൊടുക്കുന്നത് ചിലപ്പം പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല. മനസ്സിലായ പിള്ളേരായിരിക്കും പ്രവർത്തനങ്ങളും ചെയ്ത്, ഇല്ലെങ്കിൽ ഇപ്പം കാർലോ എക്വിറ്റസിനെ പോലെയൊക്കെ മനസ്സിലായി ജീവിച്ചുകൊണ്ടാണ് ഏത് സോഴ്സും കൊണ്ടാണ് എങ്ങനെ നമുക്ക് വിശുദ്ധനാക്കാം ഈ ന്യൂജൻ കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞ് കാണിച്ചു തന്ന ഒരാളാണ്. പക്ഷേ ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഡൗട്ടായിട്ട് നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഓരോരോ കാര്യം വിശ്വാസത്തെക്കുറിച്ചാണെങ്കിലും പഠിപ്പിച്ചു വരുമ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷേ 10 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇനി പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരുമ്പം ഈ മതാധ്യാപനമാണെങ്കിൽ പോലും, പഠിപ്പിക്കുന്നത് നമുക്ക് കിട്ടുമെന്നുള്ളതാണെങ്കിൽ പോലും അത് കിട്ടാതിരിക്കുമ്പം വീണ്ടും മനസ്സിലൊരു വിഷമം, ഇല്ലെങ്കിൽ അതൊരു ചോദ്യമായി നിൽക്കും. +2 കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ശ്രേയം ജിബിനും ഒക്കെ പറഞ്ഞു, ഫ്രീഡം ഇല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെതായ ഒന്നും കൂടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്തടത്തുനിന്ന് വീണ്ടും പുറത്തോട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിൽ നിൽക്കുമ്പം വീണ്ടും പുറത്തോട്ട് പോകുമ്പം ഇറ്റ് വിൽ ബി ലൈക്ക് ഫുള്ളി ഗോൺ ഔട്ട് സൈഡ്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നിരുന്നാലും ഇപ്പം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന നിങ്ങൾ അല്ലേ, ഈ പറഞ്ഞ ഈ രീതിയിൽ തന്നെ കടന്നു പോയിട്ടാണ് ഒരു വിശ്വാസം. നേരത്തെ ആൾ പറഞ്ഞിട്ട് 4 മണിക്കൂർ യാത്രയുണ്ടെന്ന്, ഈ രൂപതാസ്ഥാനത്ത് നിന്ന് വീട്ടിലേക്ക് എത്തണമെങ്കിൽ 4 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കുക, എത്ര മണിക്കൂർ വണ്ടിക്കകത്തിരിക്കണം അവിടെ എത്തണമെങ്കിൽ. അപ്പോൾ ഇത്രയും ത്യാഗം സഹിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ യുവകാഹളം പോകുന്ന പല രൂപതകളിലും ഇതുപോലെ ഒരുപാട് യുവജനങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇതുപോലെ KCYM ആയിക്കോട്ടെ, MCY ആയിക്കോട്ടെ, ലാറ്റിൻ്റെ LCYM, അതോടൊപ്പം തന്നെ ജീസസ് യൂത്ത്, ഒരുപാട് യുവജനങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ ചില കുട്ടികളായിരിക്കാം, ചില ആളുകളായിരിക്കാം, അത് പല ബാക്ക്ഗ്രൗണ്ടായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടായിരിക്കാം, പല ബാക്ക്ഗ്രൗണ്ടായിരിക്കാം അതിൽ നിന്ന് വിട്ടു പോകുന്നത്. ഒപ്പം നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോട്ടെ, ഇത് കർണാടകയാണ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ വരുമ്പോൾ എല്ലാം മലയാളികളാണ്. ഇവിടെ നിങ്ങൾ മലയാളം വേരുണ്ട്, പക്ഷേ എന്നാലും എല്ലാവരും കർണാടകയിലുള്ളവരാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒന്നെങ്കിൽ മംഗലാപുരം രൂപത ആയിട്ടാണല്ലോ, അവിടുത്തെ യുവജനങ്ങളുമായിട്ടല്ലേ കൂടുതൽ അങ്ങനെ പ്രവർത്തിക്കാൻ വരുന്നുണ്ടോ? അപ്പോൾ അവിടെ എങ്ങനെയാണ് ആ ഒരു അനുഭവം എങ്ങനെയാണ്? ഞങ്ങൾ ഇവിടെ 7 ഭാഷ സംസാരിക്കുന്നു എന്ന് നേരത്തെ പ്രോഗ്രാമിൽ പറഞ്ഞായിരുന്നു. നമ്മളിവിടെ തുളു, കന്നഡ, മലയാളം, കൊങ്കണി, ബ്യാരി, ഉറുദു, ഹിന്ദി, ഇങ്ങനെ കുറേ തമിഴ്, കുറേ ഭാഷകൾ സംസാരിക്കും. ഇവിടുത്തെ പ്രത്യേകതയാണ് ഒരുത്തൻ എല്ലാ ഭാഷയും സംസാരിക്കും. ഒരുത്തനോട് പോയി മലയാളത്തിൽ മിണ്ടിയാൽ മലയാളത്തിൽ തിരിച്ചു മിണ്ടും, കന്നഡയിൽ മിണ്ടിയാൽ കന്നഡയിൽ തിരിച്ചു മിണ്ടും. അങ്ങനെ എല്ലാ ഭാഷകളും സംസാരിക്കാൻ നമുക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ആര് എവിടുന്ന് വന്നാലും നമ്മൾ ഒഴിഞ്ഞു മാറത്തില്ല. ഇപ്പോൾ ഒരുത്തൻ വന്ന് നമ്മളോട് കൊങ്കണി മിണ്ടുവാണെങ്കിൽ, നമുക്ക് അറിയാവുന്ന ഭാഷയാണെങ്കിൽ തിരിച്ച് കൊങ്കണി മിണ്ടും നമ്മൾ. അപ്പോൾ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു കഴിവാണ്. പിന്നെ ഈ ജീസസ് യൂത്ത് ആകട്ടെ, MCYM ആകട്ടെ, ICYM ആകട്ടെ, ഇത് ഇങ്ങനെ നമ്മളൊക്കെ ജോയിൻ്റായിട്ട് പരിപാടി നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജിലുള്ള പിള്ളേരെ നമുക്ക് കാണാൻ കിട്ടുന്നത് വളരെ കുറവാണ്. അന്നേരം വേറെ പള്ളികൾ, വേറെ സഭകളിൽ നിന്നൊക്കെ നമുക്ക് ഈ നമ്മുടെ യൂത്തുകളെ കാണാൻ കിട്ടുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഒരു ഫയറില്ലേ, അത് അങ്ങ് ആളിക്കത്തും. നമ്മുടെ ചുറ്റും ഒരു ഓറ വരും. ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. അത് പറഞ്ഞ് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞറിയില്ല. പക്ഷേ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം കഴിയുന്ന ആ സെക്കൻഡിലല്ലേ, ആ സെക്കൻഡിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സിങ് വരുന്നത്. പിന്നെ ഈ ഏരിയയൊക്കെ ഒരു പ്രത്യേകത, ഈ മണ്ണിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ മണ്ണിൽ ഒരു പേട്ട് വിത്തിട്ടാലും അത് കൊടുത്ത് വന്നോളും. അമ്മാതിരി ഒരു സ്ഥലമാണിത് എന്ന് പറഞ്ഞാൽ, ഒരു പേട്ട് വിത്തിട്ടാലും നല്ലൊരു മരമായിട്ട് വേരായിട്ട് കായ്ക്കത്തേ ഉള്ളത്, അല്ലാതെ അത് പേട്ടായിട്ട് പോകത്തില്ല. അമ്മാതിരി എന്നാന്ന് പറയുക, ഒരു മണ്ണിൻ്റെ ഒരു ഗുണമുണ്ട്. യെസ്. പിന്നെ ഇവിടുത്തെ കാരണവന്മാരും അങ്ങനെ എല്ലാവരും കുടിയേറി വന്നവരാണ്. ഇവിടെ തന്നെ ജനിച്ച കാരണവന്മാരായിട്ട് ആരുമില്ല. എൻ്റെ അപ്പാപ്പൻ, എൻ്റെ അമ്മച്ചി, അവരെല്ലാവരും നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറി താമസിച്ചവരാണ്. അതുകൊണ്ട് അവർ പഠിപ്പിച്ച കുറേ പാരമ്പര്യമായിട്ട് കുറേ കാര്യങ്ങൾ, കൊന്ത ചൊല്ലുന്നത്,
കുരിശ് വരയ്ക്കുന്നത്, ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ച നമ്മുടെ അപ്പനും അമ്മയല്ല, നമ്മുടെ അമ്മച്ചി അപ്പച്ചന്മാരാ പഠിപ്പിച്ചതായിട്ട് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ പഠിച്ചു വളർന്നുകൊണ്ടായിരിക്കാം നമുക്ക് ഈ നമ്മുടെ ഈ യൂത്ത് പിള്ളേരെ കാണുമ്പം അവൻ കുരിശ് വരയ്ക്കുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം നമുക്ക് തോന്നും. അതുകൊണ്ട് ഒരു കൂട്ടായ്മ ഫീൽ ചെയ്യോ നിങ്ങൾ മലയാളികൾ അല്ലെങ്കിൽ സീറോ മലബാറുകാർ ഒരുമിച്ച് വരുമ്പോൾ? ഈയിടയ്ക്ക് KRYC ഒരു പ്രോഗ്രാം കാർവാർ വെച്ച് നടന്നു. സോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇവിടെ യൂത്തിൽ വന്ന. പിന്നെ ഞാൻ ആദ്യമായിട്ട് പ്രസിഡൻറ്റുമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ തന്നെയായിരുന്നു കാർവാർ വെച്ച് KRYC കർണാടക റീജിയണൽ യൂത്ത് കൺവെൻഷൻ നടന്നത്. അതാകുമ്പോൾ അവിടെ പറയാൻ പോയ 10-14 രൂപതകൾ മൊത്തം എല്ലാം വന്നു. അതായത് ഈ പറഞ്ഞ ബಳ್ಳാരി ബിഷപ്പ്, കാർവാര, അതായത് ബെൽത്തങ്കടി രൂപത, അങ്ങനെ ഒക്കെ വേണ്ട 10-12 ബിഷപ്പ് പറഞ്ഞ രൂപതകൾ അടിസ്ഥാനത്തിൽ മേലിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് കർണാടക സ്റ്റേറ്റ് ഓൾ എല്ലാവരും പറഞ്ഞത്. അപ്പം ആദ്യമായിട്ട് അതിൽ ഒരു പങ്കെടുത്തപ്പോൾ അതിനകത്ത് മിങ്കിൾ ചെയ്യാന്ന് പറയുമ്പോൾ ഈ കൊങ്കണീസ്, അതായത് ഈ കൊങ്കണി അറിയാവുന്നവരാണ് ഏറ്റവും കൂടുതൽ അവിടെ. നമ്മൾ ഈ മലയാളികൾ എന്ന് പറയുന്ന യുവജനങ്ങളെ കാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് കൊങ്കണി, കന്നഡ അറിയാവുന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ ഓപ്പണായിട്ട് ഇപ്പോൾ ഇവരെല്ലാവരും മലയാളീസാണ്. അപ്പം ഇവരോട് പോയിട്ട് ഇപ്പോൾ ഓക്കെ മലയാളത്തിൽ സംസാരിക്കും, ഓരോ കാര്യങ്ങളെല്ലാം സംസാരിക്കും, ഇൻട്രാക്ഷൻ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് ഓക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതേ ഇപ്പം അങ്ങനെ അവിടുത്തെ ഉള്ളവരോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഒരു നേച്ചർ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ ഇവിടെ വെച്ചിട്ട് വ്യത്യസ്തമായിരിക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് റീസെൻ്റ്ലി നമുക്ക് നെല്ലിയാടി വെച്ചിട്ട് നമ്മുടെ ബെൽത്തങ്കടി രൂപതയുടെ അണ്ടറിൽ തന്നെ നെല്ലിയാടി അൽഫോൻസ് പള്ളിക്കാർ ഓറ എന്ന് പറഞ്ഞിട്ട് 2025 ഒരു പ്രോഗ്രാം, അത് നമ്മുടെ ബെൽത്തങ്കടി രൂപതയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. സോ അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം നടന്നു. അപ്പം അവിടെ അവിടെ കൊങ്കണീസ് അല്ല, അവിടെ നമ്മുടെ ബെൽത്തങ്കടി രൂപതയാണ് മലയാളികൾ എല്ലാവരുമായിട്ട് അന്ന് ആൾമോസ്റ്റ് ഒരു 500+ 600 സംതിങ് മെമ്പേഴ്സ് യുവജനങ്ങൾ കൂടിയിട്ടുള്ള ഒരു 1 ഡേ പ്രോഗ്രാമാണ് കപ്പച്ചിൻ അച്ഛന്മാർ നടത്തുന്ന ഒരു പ്രോഗ്രാം. അപ്പം അതിലെല്ലാം കൂടി അപ്പോൾ മിങ്കിളാകുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഒരു ദിവസം എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഓരോരുത്തരുടെ അവരിപ്പോൾ എന്നാ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ഇൻട്രാക്ഷൻ ചെയ്ത് അവരുമായിട്ടൊന്ന് സംസാരിച്ച് പഠിച്ച് അപ്പം ഒരു നമുക്കൊരു എന്താണെന്ന് പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്താണെന്ന് പറയുക, അങ്ങനെ ഒരു. അപ്പം ഇതുപോലെ തന്നെ ഈ ICYM-ൻ്റെ മീറ്റിംഗ് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ മലയാളികളാണ്, ബാക്കിയുള്ളവർ ഇപ്പോൾ ഇവിടെ കർണാടക ഇവിടെ അല്ലെങ്കിൽ ഓക്കെ പക്ക കർണാടകയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ എങ്ങനെയാണ് നിങ്ങളോടുള്ള എങ്ങനെയാണ് നിങ്ങളെ കാണുന്നതും? നല്ല ഉദ്ദേശിച്ച കൾച്ചറിൻ്റെ വ്യത്യാസമുണ്ട്, ഭാഷ വ്യത്യാസമുണ്ട്. നമുക്കങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീലൊന്നും വന്നിട്ടില്ല. കാരണം ആക്ച്വലി നമുക്കിവിടെ ഒരു സ്ട്രക്ചറുണ്ട് കർണാടകയിൽ. KRYC അത് KRCBCയുടെ അണ്ടറിൽ വരുന്നത്, KRYC വരും. അങ്ങനെ അതിനൊരു സ്ട്രക്ചറുണ്ട് നമ്മുടെ ഇവിടെ. അപ്പം ICYM, MCYM, SMYM, പിന്നെ ജീസസ് യൂത്ത്, ഇങ്ങനെ എല്ലാ യുവജന സംഘടനയും KRYCയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം നമ്മൾ ആക്ച്വലി അങ്ങനെ പല കാര്യങ്ങളും പല മീറ്റിങ്ങിൽ വരുമ്പോഴാണെങ്കിലും കണക്റ്റഡ് ആണ്. സോ ഇപ്പം ഈ ഇടയ്ക്ക് മംഗലാപുരം രൂപതയും KRYCയും ഐക്കഫ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഈ എല്ലാവരും കൂടെ ചേർന്നൊരു ജോബ് ഫെയർ നടത്തി. നല്ല പാർട്ടിസിപ്പൻ്റ് ഉണ്ടായിരുന്നു. എല്ലാ രൂപതയിലുള്ള പാർട്ടിസിപ്പൻസും അവിടെ പോയി ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ഒരു സെപ്പറേറ്റിസം ഫീൽ ചെയ്തിട്ടില്ല. അവരെല്ലാവരെയും ഒരേപോലെ നോക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ അവിടെ അയച്ചിരുന്ന എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ രൂപത ഗ്രൂപ്പിലിട്ടിട്ട് എല്ലാ ഇടവകയിലും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരു ജോബ് എല്ലാ യുവജനങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർക്കും ജോലി കിട്ടാത്ത ഈ സ്ഥിതിയിൽ കിട്ടുന്ന ഒരു അവസരം നമുക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. അതേപോലെ അവരും നമുക്ക് അങ്ങനെ ഒരു അവസരങ്ങൾ തരുന്നുണ്ട്. നമ്മളാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളിലും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇത് കുടിയേറ്റ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ സീറോ മലബാർ കുടിയേറ്റ ജനതയാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിവിടെ രൂപത സ്ഥാപിതമായതും. സീറോ മലബാർ ഇപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ പിതാവുമായി സംസാരിച്ചപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ഒരു കന്നഡ ഭാഷയും കൊടുക്കാനായിട്ട് ഈ രൂപതയ്ക്ക് സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ യൂത്ത് എന്ന നിലയിൽ നിങ്ങളുടെ ഒരു മിഷൻ നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളത് ഏത് മേഖലയിലായിരിക്കും കൂടുതൽ ഈ ഒരു ബെൽത്തങ്ങാടി രൂപതയിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ യൂത്തായിരിക്കും നിങ്ങൾ തോന്നുകയാണ്, അത് ഏത് മേഖലയായിരിക്കും? എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ നമ്മൾ യൂത്തിനെ തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെയുള്ള യുവജനങ്ങൾ ആക്റ്റീവാണ്, ബട്ട് എന്നാൽ പോലും എല്ലാ ഇടവകയിലും ഒരേപോലെ ആക്റ്റീവ് അല്ല. അതുമാത്രം നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ചാലഞ്ചസ് പറഞ്ഞു, അതിനകത്തെല്ലാം നമ്മുടെ യൂത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ചാലഞ്ചസ് നമ്മൾ പറഞ്ഞത്. അപ്പം അവിടെ നിന്നെല്ലാം നമ്മുടെ യൂത്തിനെ തിരിച്ച് ഇതൊരു ഫ്രീഡം അല്ല, ഇല്ലെങ്കിൽ ഇതൊരു റെസ്ട്രിക്ഷൻ വേ അല്ല, ഇത് നമ്മുടെ ഫെയ്ത്ത് ആണെന്ന് നമുക്ക് യൂത്തിനെ തിരിച്ച് നമ്മുടെ സഭയിലോട്ട്
നല്ല ഉറച്ച വിശ്വാസത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മിഷൻ. യുവജനങ്ങൾ ആണ് നാളത്തെ പ്രതീക്ഷ. നമ്മുടെ സഭയ്ക്കാണെങ്കിലും നാടിനാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം ഒരു യുവജനങ്ങൾ പോലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ മിഷൻ എപ്പോഴും യൂത്തിൻ്റെ മേളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് യൂത്തിനെ കൊണ്ടുവരാൻ ഈ സീറോ മലബാർ പാരമ്പര്യം അത് ഇവിടെ കൃത്യമായിട്ട് യുവജനങ്ങളുടെ ഇടയിൽ കിട്ടുന്നുണ്ടോ? അതിനെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സീറോ മലബാർ പാരമ്പര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കുടിയേറി വന്ന പാരമ്പര്യം പൈതൃകമാണെങ്കിലും ആ ഒരു കൾച്ചറുണ്ടല്ലോ, വിശ്വാസത്തിൻ്റേതായ ഒരു കൾച്ചർ, അതായത് നമ്മുടേതായ തനത് വിശ്വാസ രീതിയും വിശ്വാസ മൂല്യങ്ങളും അടങ്ങിയ ആ കൾച്ചർ, ആ ഒരു കൾച്ചർ നമ്മുടെ ഇങ്ങോട്ട് കുടിയേറി വന്നിരിക്കുന്ന നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ അന്നോട്ടേ പകർന്നു തന്നൊരു കാര്യമാണ്. അവരിവിടെ വരുമ്പോൾ ഇവിടെ കുറേ ജമ്മിമാരുടെ കയ്യിൽ നിന്ന് കാട് പിടിച്ച് കിടക്കുന്ന കുറേ പറമ്പ് വാങ്ങി അവിടെ വെട്ടിത്തെളിച്ച് അവിടെ കൃഷി തുടങ്ങി. തുടക്കത്തിൽ എല്ലാവരും നല്ല ബുദ്ധിമുട്ടിൽ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേറെ വേറെ രോഗങ്ങളും അങ്ങനെയൊക്കെ വന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എക്കണോമിക്കലി സിറ്റുവേഷൻ പ്രോപ്പർ അല്ലായിരുന്നു. വിശ്വാസം അവർക്ക് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു കൾച്ചർ അല്ലായിരുന്നു. കാരണം ഇവിടെ പള്ളികളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സമയമായിരുന്നു. ആ സമയത്ത് പോലും അവർ കാത്തു സൂക്ഷിച്ച് ഞങ്ങൾക്ക് പകർന്നു തന്നൊരു കാര്യമാണ് ഈ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇന്നും ആ വിശ്വാസം ജീവിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിൻ്റെ തീനാളങ്ങൾ അവിടെ ഇവിടെയായിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ തന്നെ നിലനിർത്താനും അതിനെ കൂടുതലായിട്ട് കത്തിക്കുവാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടക്കേണ്ടത്. കാരണം ഇപ്പോൾ ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ തോമസ് ലീഹ പകർന്നു നൽകിയ ആ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു സീറോ മലബാർ സഭ നിലനിൽക്കുന്നത്. നമ്മുടെ സഭയുടെ പൈതൃകം അതാണ്. ആ ഒരു അറിവ് നമ്മുടെ യുവജനങ്ങളിലേക്ക് കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ രൂപത തലത്തിൽ നടക്കുന്ന പരിപാടികളായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജനറലായിട്ട് KRYC നടക്കുമ്പോഴായാലും നമ്മളിത് കൊടുക്കുന്ന റെപ്രസെൻറ്റേഷൻ സീറോ മലബാർ സഭയ്ക്ക് ഉള്ളതാണ്. നമ്മൾ പകർന്നു നൽകുന്ന മൂല്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അടിസ്ഥാനമാക്കി ഇപ്പോൾ നമ്മുടെ സംഘടന അടിസ്ഥാനമാക്കി നിൽക്കുന്ന മൂല്യങ്ങളും സീറോ മലബാർ സഭയുടെ തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ എന്താ പറയുക ഒരു ബേസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിന്മേലാണ് നമ്മൾ എന്തും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മതബോധനത്തിലൂടെ ഇപ്പോൾ നേരത്തെ മതബോധനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ മതബോധനം അല്ലെങ്കിൽ വേദപാഠം, ഇപ്പോൾ ഞാനൊരു മതബോധന അധ്യാപകനാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ വേദപാഠത്തിലൂടെ പ്രോപ്പറായി തന്നെ ഈ ഒരു വിശ്വാസമൂല്യങ്ങൾ പകർന്നു കൊടുക്കപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് എപ്പോഴോ ജീവിതത്തിൻ്റെ വേറെ വേറെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ തീ അവരിൽ കുറഞ്ഞു പോകുന്നുണ്ട് അല്ലെങ്കിൽ കെട്ടുപോകുന്നുണ്ട് ചിലരിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. നമ്മുടെ ഇവിടുത്തെ രൂപതയിൽ ഇവിടുത്തെ യുവജനങ്ങളും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ പ്രോഗ്രാമൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ബിൽഡ് ചെയ്ത കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ ഓരോ പ്രോഗ്രാമിലൂടെയും ഈ മൂല്യങ്ങൾ വീണ്ടും കൊടുക്കാനും അതുപോലെ തന്നെ ഉള്ള മൂല്യങ്ങളെ കൂടുതൽ കത്തിക്കുവാനുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഒരു ഗോൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ പോലും പല യുവജനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന ഇടയ്ക്ക് പലപ്പോഴും ഞെട്ടിപ്പോയുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇവരോട് ഇപ്പോൾ സീറോ മലബാർ വിശ്വാസികളാണെങ്കിൽ ഈ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് അത് കൃത്യമായിട്ട് പേരറിയില്ല. ഒരു പക്ഷേ വേറെ നമ്മൾ പോലും വിചാരിക്കാത്ത വേറെ പല ആളുകളുടെയും പേരുകൾ പറയും. അതിനുശേഷം കർദിനാൾ ആരാണ്, ഒരുപക്ഷെ വിരമിച്ച കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് നിലവിൽ ആരാണ്, അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് ആരാണ്, അല്ലെങ്കിൽ അവരുടെ രൂപതയുടെ മെത്രാൻ ആരാണ്, രൂപതയുടെ മെത്രാനും രൂപതയുടെ അധ്യക്ഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആരാണ് എന്ന് പോലും ചിന്തിച്ചിരിക്കുന്ന യുവജനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. സഭയിൽ കത്തോലിക്ക സഭയിൽ എത്ര റീത്തുകളുണ്ട്, എത്ര സഭകൾ വ്യക്തി സഭകളുണ്ട് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാങ്ക് അടിച്ച് നിൽക്കും. അവസാനം മാർപ്പാപ്പ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡൗട്ടായി. ഇതിപ്പോൾ നമ്മുടെ മാർപ്പാപ്പയാണോ എല്ലാവരുടെയും മാർപ്പാപ്പയാണോ? ഇത് തമാശ നിലവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, നിലവിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ നമ്മുടെ യുവജനങ്ങൾ അന്ന് ആ കുട്ടികൾ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, പള്ളിയുടെ കാര്യങ്ങൾക്കെല്ലാം പോകുന്നുണ്ട്. പക്ഷേ സഭയുടെ സ്ട്രക്ചറോ സഭ ആരാണെന്നോ സഭ എന്താണെന്നോ സഭയുടെ ആ ഒരു ഹൈറാർക്കിയോ അത്തരത്തിലുള്ള അറിവ് വളരെയധികം കുറവ് നമ്മുടെ യുവജനങ്ങളിൽ കാണുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇതൊരു പക്ഷേ ഭാവിയിൽ പിന്നീട് ഇങ്ങനെ അറിവ് കുറവോട് വളരുന്ന യുവജനങ്ങളായിരിക്കും. പക്ഷേ നാളെ പെട്ടെന്ന് സഭയിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് മാറിപ്പോവാം, അല്ലെങ്കിൽ സഭയെക്കുറിച്ച് ഒരു അബദ്ധമായ പഠനം ആരെങ്കിലും പഠിപ്പിച്ചാൽ പോലും അവർക്ക് മാറിപ്പോകാൻ പറ്റും, സഭയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുമായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെ. അപ്പോൾ ആ ഒരു സഭയെ സ്നേഹത്തെക്കുറിച്ച് കുറവ്, അല്ലെങ്കിൽ മറ്റു മതത്തിലേക്ക് എല്ലാ മതങ്ങളും ഒരുപോലെ എന്നൊക്കെ പല ചിന്തകളിലേക്കൊക്കെ വരായിരിക്കും. അത്തരത്തിൽ കാണുന്ന ഈ ഒരു പ്രവണതയെ നമ്മൾ എങ്ങനെയാണ് യുവജന പ്രസ്ഥാനത്തിലൂടെ നേരിടുക, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തന്നെ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് കൊടുക്കാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഞാനിപ്പോൾ ആരും കുറ്റം പറയുന്നതല്ല, പക്ഷേ എൻ്റെ ഒരു ജീവിതാനുഭവം ഞാൻ പങ്കുവെക്കാം. അതായത്
ഞാനിപ്പോൾ മംഗലാപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മംഗലാപുരത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ്, അവിടുത്തെ കുറച്ച് കൊങ്കണി ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പോൾ ഇവർ ചോദിക്കും ഞാൻ ക്രിസ്ത്യാനിയാണോ? അപ്പോൾ ഞാൻ പറയും ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവർ ചോദിക്കും നീ കൊങ്കണിയാണോ? അപ്പോൾ ഞാൻ പറയും ഞാൻ കൊങ്കണിയല്ല. അപ്പോൾ നീ നോൺ ആർ സി ആണോ, പെന്തക്കോസ്റ്റ് ആണോ എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ ഞാൻ ലാറ്റിൻ സഭക്കാരെ കുറ്റം പറയുന്നതല്ല, പക്ഷേ എങ്കിലും അവിടെ ഈ ഒരു പറഞ്ഞ ഈ നമ്മുടെ ഈ ഭാവിയിൽ പേടിപ്പെടുത്തുന്ന ഈ ഭാവിയെ പറ്റിയുള്ള ഈ കൾച്ചർ ഉണ്ടല്ലോ, ഇത് ഓൾറെഡി നടക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഈ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള രൂപതകളുള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സംഭവമാണ്. നമ്മളും ഇപ്പോൾ പോകുന്നത് അങ്ങനെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു ഭാവിയിലേക്കാണെന്ന് എനിക്കും പേടിയുണ്ട് പേഴ്സണലി. പക്ഷേ ഇത് എങ്ങനെ തടയാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ചെറുത്ത് നിർത്താം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിശ്വാസത്തിൻ്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ സഭയെ പറ്റിയുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ സഭയുടെ വിശ്വാസങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ അവബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുക. ആ കൾച്ചറിലാണ് എല്ലാം വരുന്നത്. ഇപ്പോൾ നമ്മുടെ യൂത്ത് ആയാലും അതേപോലെ തന്നെ ഇടവകളിൽ വരുന്ന പിതൃവേദി, മാതൃവേദി, KCYM, അങ്ങനെ KSMCA അതുപോലത്തെ സംഘടനകളൊക്കെ ഒന്നിച്ച് ചേർന്ന് ഈ കൾച്ചറിൽ വർക്ക് ചെയ്യണം. ഈ കൾച്ചറിൽ വർക്ക് ചെയ്ത് ഈ ഒരു വിശ്വാസത്തിൻ്റെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൽ വളരുന്ന കുട്ടികൾ എന്തായാലും ഈ മൂല്യങ്ങളെ സ്വീകരിച്ചേ വളരുള്ളൂ. ഈ സഭാസ്നേഹം അവരിൽ എന്തായാലും ഉണ്ടാവും. ഇതവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ചുറ്റുമുള്ള മാതാപിതാക്കളിൽ അതുണ്ടാകുമ്പോൾ അവരുടെ ഇടവകയിൽ നടക്കുന്ന പല സംഘടനകളിൽ നിന്ന് അവർക്കത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആ കുട്ടികളിൽ ആ ജീവിതാനുഭവം, ആ സഭാസ്നേഹം എന്നും നിലനിർത്തും. അപ്പോൾ ആ ഒരു കൾച്ചർ, വിശ്വാസത്തിൻ്റെ കൾച്ചർ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ ബേസ് ചെയ്തുള്ള വിശ്വാസത്തിൻ്റെ കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആ ഒരു കൾച്ചർ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ന് നിൽക്കുന്ന യുവാക്കളിൽ എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഭാവിയിൽ കുടുംബജീവിതം നയിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ നയിക്കാൻ പോകുന്ന കുടുംബത്തിൽ എല്ലാവരും ആയിരിക്കുമല്ലേ ആർക്കെങ്കിലും പൗരോഹിത്യം സന്യസ്തം ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ലൈറ്റ് വൊക്കേഷൻസ് ഒരുപാട് കൂടുന്നതാണ്, ജോലി കഴിഞ്ഞൊക്കെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വൊക്കേഷൻസ് കൂടാനും ഈ കൾച്ചർ ഹെൽപ്പ് ചെയ്യും ആക്ച്വലി. അപ്പോൾ ഈ ഒരു കൾച്ചർ ആ ഗ്രാസ് റൂട്ടിൽ, ആ കുടുംബത്തിൽ തുടങ്ങി, ഇടവകയിൽ തുടങ്ങി, രൂപതയിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ പേടിപ്പെടുത്തുന്ന ഭാവിയൊക്കെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും. ഈ കൾച്ചർ നമുക്കൊരു പുതിയ സീറോ മലബാർ സഭയിൽ തന്നെ പുതിയൊരു റിവൈവൽ, പ്രത്യേകിച്ച് നമ്മുടെ രൂപതയിൽ ഒരു റിവൈവൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒപ്പം നമ്മുടെ ഇടവകളിൽ യുവജനങ്ങൾക്ക് കിട്ടുന്ന ഇടവകയിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇടവക തലത്തിലോ രൂപതലത്തിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ യുവജനങ്ങളുടെ ഭാഗം കേൾക്കപ്പെടേണ്ടതല്ലേ? കേൾക്കുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? യുവജനങ്ങളുടെ അവരോട് ചോദിക്കാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു വിഷയം നമ്മുടെ ഇടവകയിൽ നടത്താൻ പോകുന്നു, ഇത്തരത്തിൽ ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ള ചോദ്യം. ഇപ്പോൾ നിങ്ങൾ ഇടവകളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന അത്തരത്തിൽ ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടോ? അത് ശരിക്കും വരേണ്ടതല്ലേ? കാരണം നിങ്ങളാണ് ആ ഇടവകയുടെ ഭാവി തന്നെ. ഒപ്പം യുവജനങ്ങളാണ് കുറച്ചും കൂടി ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഓക്കെ, അത് വേണം, അതുണ്ട്. ഒപ്പം പുതിയൊരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളെയൊക്കെ കൊണ്ടുവരേണ്ടത് യുവജനങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഇടവകയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മുടെ യുവജനങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഇടവകയിൽ? ഇത് പറയുന്നതിൽ സങ്കടമുണ്ട്. പ്രാധാന്യം നമുക്ക് യുവജനങ്ങൾക്ക് ഈ ഇടവകയിൽ തീരെ കുറവാണ്. കാരണം നമ്മുടെ പാരിഷ് കൗൺസിലാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടായ്മയിൽ ഏറ്റവും കുറവ് ആൾക്കാരുള്ളത് യൂത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് വലിയ അഭിപ്രായം പറയാനായിട്ട് 1-2 ആൾക്കാർ കാണും. നമ്മൾ പറയുന്നത് വക വെക്കത്തോ ഇല്ല, വക വെച്ചാൽ താനും അത് കാര്യമായിട്ട് എടുക്കത്തോ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇത് ഒന്നെങ്കിൽ യൂത്തിൻ്റെ എണ്ണം കൂട്ടണം, ഇല്ലെങ്കിൽ യൂത്തിനെ ഒരു പരിപാടിക്കും വിളിക്കല്. നമ്മൾ 2 തീരുമാനമേ ഉള്ളൂ, ഒന്നെങ്കിൽ കൂട്ടണം ഇല്ലെങ്കിൽ കൂട്ടൽ. ഇടയ്ക്ക് ഇല്ലെങ്കിൽ ഇത് എല്ലാം പറയുന്ന പോലെ പട്ടിപ്പണി പുല്ലുവേല, അതാണ് നമ്മുടെ അവസ്ഥ. തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞ് വളരെ പ്രാധാന്യം. ഞാൻ പലപ്പോഴും പല ഇടവകളിലും ചില ഇടവകളിലൊക്കെ യൂത്തിൻ്റെ ചിന്ത എന്തെന്നറിയോ? ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും പുൽക്കൂട് പണിയാനും ഉയർപ്പുണ്ടാക്കാനും പിന്നെ മറ്റ് പരിപാടിക്ക് പെരുന്നാളിന് അത് ചെയ്യാനൊക്കെയാണ് ഞങ്ങളുടെ പണി. അതിന് വേണ്ടിയാണ് ഓരോ ഇടവകളിലും ഞങ്ങൾ യൂത്ത് സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന ചിന്ത പലപ്പോഴും പല യുവജനങ്ങളിലും വന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സഭയുടെ ഒരു പുതിയ പുനർനിർമ്മാണം അല്ലെങ്കിൽ ഇതിനൊക്കെ പലപ്പോഴും ഇത് വരുന്നത് ഇത്തരത്തിൽ കുട്ടികൾ തന്നെ ചിന്തിച്ചിട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, സഭയുടെ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അടുത്ത വർഷം എങ്ങനെ വെറൈറ്റി ആയിട്ടൊരു പുൽക്കൂട് ഉണ്ടാക്കാം, അടുത്ത വർഷം എങ്ങനെ ഒരു ഉയർപ്പ് വ്യത്യസ്തമാക്കി കൊണ്ടുവരാം എന്ന ചിന്തയിലേക്ക് തരം താഴ്ന്നു പോകുന്നു അല്ലേ നമ്മുടെ കുട്ടികൾ? എല്ലാ ഇടവകകളിലും അങ്ങനെയല്ല കേട്ടോ. മീൻസ് ചില ഇടവകകളിൽ അത് അവിടെയുള്ള ആൾക്കാരെ ഡിപ്പെൻഡഡ് ആയിരിക്കും നമ്മുടെ യൂത്തിൻ്റെ വോയിസ് അവർ കേൾക്കുമോ ഇല്ലയോ എന്നുള്ള
കാര്യം വരുന്നത്. ഇപ്പം എൻ്റെ ഇടവകയിൽ ചില സാഹചര്യത്തിൽ ഞാൻ പറയുന്ന കാര്യം, ഇപ്പം പാരിഷ് കൗൺസിൽ ഞാനൊരംഗമാണ്, ചില സാഹചര്യത്തിൽ ഞാൻ പറയുന്ന കാര്യം അവർക്ക് ഓക്കെ ആണെന്ന് പറയുമ്പോൾ അവർ അംഗീകരിക്കും. ഇത് എൻ്റെ പാരിഷിലെ കാര്യം കേട്ടോ. അത് ചിലപ്പം അവർക്ക് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ അത് തള്ളിക്കളയും. പക്ഷേ ചില പാരിഷിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില അഭിപ്രായങ്ങൾ യൂത്താണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയും. അത് പല പാരിഷിൽ പല രീതിയിലാണ്. പിന്നെ ഈ ക്രിസ്മസ്, ഈസ്റ്റർ, ദുഃഖവെള്ളി ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം പ്രാധാന്യം യുവജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 70% ശരിയാണ്. ഇടവകയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടവക വികാരി വലിയൊരു പാട്ടാണ്. യുവജനങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള യുവജനങ്ങളെ കിട്ടണമെങ്കിൽ നമ്മുടെ വികാരി അച്ഛന്മാർ ഭയങ്കര വലിയൊരു റോളാണ് അതിനകത്ത് ഇത് ചെയ്യുന്നത്. ചില ഇടവകയിൽ വികാരി മാറി വരുമ്പോഴത്തേക്കും അവിടുത്തെ പിള്ളേരെല്ലാവരും ഭയങ്കരമായിട്ട് ആക്റ്റീവാകും. അതേ വികാരി അച്ഛൻ അവിടുന്ന് മാറി അതേ സ്ഥലത്ത് വേറൊരു അച്ഛനെ വരുമ്പോൾ അവിടുത്തെ പിള്ളേരെല്ലാവരും വീണ്ടും ഡള്ളാവണം. അപ്പം അതിനകത്തുനിന്നൊക്കെ ലേശം ചേഞ്ചസ് വരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ യുവജനങ്ങളുടെ മെൻറ്റാലിറ്റി ലേശം കൂടെ മോഡേൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ പണ്ട് കാലത്ത് അത്രയും നമ്മൾ അത്രയ്ക്ക് ആക്സെപ്റ്റൻസ് ഇല്ലാത്തവരും ആയിരിക്കാം. കാരണം എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചതിന് ശേഷമേ നമ്മളതങ്ങനെ ചെയ്യത്തുള്ളൂ. അത് ഇപ്പം അങ്ങനെയാണ്. എല്ലാവരും ചോദ്യം ചോദിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കണം. ഓക്കെ, ദിസ് ഈസ് റൈറ്റ് എന്ന് മനസ്സിലാക്കി തന്ന് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഡയറക്ടർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അച്ഛൻ പറയും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞു തരും. ഞാൻ അതിനകത്ത് ആക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ എല്ലാ ഇടവകയിലും അത് അങ്ങനെ വരുമ്പം ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് വരുമ്പം യൂത്ത് തന്നെ ആക്റ്റീവ് ആവും. അവിടെ 1 ഡേ പ്രോഗ്രാം അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുക, ഇല്ലെങ്കിൽ അവിടുത്തെ എല്ലാവരും കൂടെ ഈ യുവജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു 1 ഡേ ഗെയിംസ് പാരീസിന് വേണ്ടി യുവജനങ്ങൾ നടത്തുക. ഇതിങ്ങനെ പല ആക്ടിവിറ്റീസും വരുമ്പം യൂത്ത് തന്നെ അവിടെ ഒരു പാട്ടാണെന്ന് മനസ്സിലാവും. അത് ഇടവകയിൽ ഒരു ഭാഗമാണെന്ന് എല്ലാ ആൾക്കാർക്കും തോന്നും. അതല്ല ഇങ്ങനെ ഇടയ്ക്ക് മാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ജിബിനൊരു കാര്യം പറഞ്ഞു, നമ്മൾ യൂസ്ലെസ് അല്ല, നമ്മൾ യൂസ്ഡ് ലെസ്സാണ്. ഇന്നത്തെ യൂത്ത് യൂസ്ഡ് ലെസ്സാണ്. നമ്മൾ വേരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂത്തിനെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് എക്സാക്റ്റ് കാര്യങ്ങളിലോട്ട് ഇവരിത് എത്തിക്കപ്പെടുന്നില്ല. 1, 2, 3 കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ മാത്രം സംസാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അത് ചെയ്തു തരണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കത്തില്ല എന്നല്ല. പക്ഷേ അത് ഒരു ഇച്ചിരിയും കൂടെ വലിയ കാര്യങ്ങളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്കത് ചെയ്ത് കാണിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളിലും യൂത്തിനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇടവകയിൽ യുവജനങ്ങൾ ഇടവകയെ കളറാക്കാനായിട്ട് പെരുന്നാളിന് മാത്രമല്ല എല്ലാ മേഖലയിലും ആ ഒരു ഇടവകയുടെയും രൂപതയുടെ ഒക്കെ ഡെവലപ്മെൻറ്റിൽ അത് കളറാക്കാനായിട്ട് ഇന്നത്തെ യൂത്തിന് സാധിക്കും. ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഈ ഒരു പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്.